നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഹിജാബ് തർക്കം തുടരുന്നു. നിലപാടിൽ ഉറച്ച് വിദ്യാഭ്യാസ മന്ത്രി. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് വി ശിവൻകുട്ടി ന്യൂസ് 18നോട്. സ്കൂളിലുണ്ടായ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മന്ത്രി. കുട്ടി TC വാങ്ങിയതോടെ പ്രശ്നം അവസാനിച്ചു. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി. ഹിജാബ് വിഷയത്തിൽ സർക്കാർ നിലപാടിനൊപ്പം മുസ്ലിം ലീഗ്. നിയമം പറഞ്ഞ് ഹിജാബ് തടയാനാകില്ല. സ്കൂളിന് അസഹിഷ്ണുതയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്രൈസ്തവ സഭകളിൽ ചിലരെങ്കിലും അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെടുന്നെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നൽകിയ പങ്ക് വിസ്മരിക്കാനാവില്ല. എന്നാൽ ക്രിസംഖികൾ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫിറോസ്. ED പ്രസാദ് ശബരിമല മേൽശാന്തി. തൃശൂർ ചാലക്കുടി സ്വദേശി MG മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷ. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ 2ാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തേക്കും. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥ സമാപിക്കുന്നു. സമാപന സമ്മേളനം ഇന്ന് പന്തളത്ത്. K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവർ നയിക്കുന്ന മേഖലാ ജാഥകളാണ് പന്തളത്ത് സമാപിക്കുന്നത്. G സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് NSSലെ ഒരു വിഭാഗം. പെരുന്നയിലേക്ക് ഇന്ന് മാർച്ച്. പ്രതിഷേധം NSS വിമോചന സമിതിയുടെ പേര്. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. 13 ഷട്ടറുകൾ തുറക്കുന്നു. അതിശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കല്ലാർപ്പുഴ കരകവിഞ്ഞതോടെ തൂക്കുപാലം, കൂട്ടാർ മേഖലകളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കുമളി, ചെളിമട, ആനവിലാസം, ശാസ്ത്രനട എന്നിവിടങ്ങളിലും വെള്ളം കയറി. കൂട്ടാറിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇന്ന് സൂക്ഷ്മ പരിശോധന. പല മണ്ഡലങ്ങളിലും മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണയിൽ എത്താത്തത് പ്രതിസന്ധി. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ലെന്ന് അമേരിക്ക. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല. യുക്രൈനും റഷ്യയും നിയന്ത്രണ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് സെലൻസ്കി. 9 സൈനിക ജനറൽമാരെ പുറത്താക്കി ചൈന. നടപടി സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തിടെ സ്വീകരിക്കുന്ന ഏറ്റവും നാടകീയ നീക്കങ്ങളിൽ ഒന്നാണിത്. പാർട്ടി തലപ്പത്തെ പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന യോഗത്തിന്റെ തലേന്നാണ് ഈ തീരുമാനം.